ഇത് 2022 എൻ്റെ ട്രാവൽ ഡയറിയിലെ ഒരു ദിവസം. യാത്ര എങ്ങോട്ടാണെന്നല്ലേ? മഞ്ഞും പർവ്വതങ്ങളും എന്നെ കാത്തിരിക്കുന്ന ഒരിടത്തേക്ക്. ജർമ്മനിയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ സുക്സ്പിറ്റ്സയിലേക്കുള്ള യാത്ര. ബവേറിയയിലെ ഒരു കൊച്ചു ടൗണായ ഗാർമിഷിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഗാർമിഷിൽ നിന്ന് ഐപ്സി സ്റ്റേഷൻ വരെ ഈ ട്രെയിനിലും അവിടെ നിന്ന് സുക്സ്പിറ്റ്സയുടെ സമ്മിറ്റിലേക്ക് ഒരു ഭീമൻ കേബിൾ കാറിലുമാണ് നമ്മൾ പോവുക. ഐപ്സി സ്റ്റേഷൻ വരെ ഏകദേശം അരമണിക്കൂറോളം യാത്രയുണ്ട്. അതുവരെ ഓടിമറയുന്ന ഈ കാഴ്ചകളാണ് കൂട്ട്. ഇലകൾ പൂക്കുന്ന ശരത്കാലം, മഞ്ഞക്കുപ്പായമണിഞ്ഞ മരങ്ങൾ, ദൂരെ മരക്കൂട്ടങ്ങൾ കാവൽ നിൽക്കുന്ന പർവ്വതനിരകൾ. എത്ര മനോഹരമാണിവിടം! ആ കാണുന്ന ചർച്ചിൻ്റെ അണിയൻ ഷേപ്ഡ് ഡോം ശ്രദ്ധിച്ചോ? ഇത് ബവേറിയൻ ആൽപ്സിലെ ഒരു ട്രഡീഷണൽ ചർച്ച് ആർക്കിടെക്ചറാണ്. ബറോക്ക് കാലഘട്ടത്തിലാണ് ഈ ഡിസൈൻ യൂറോപ്പിൽ പ്രചാരം നേടിയത്. ഗാർമിഷിലൂടെയുള്ള ഈ യാത്ര അവിസ്മരണീയമാണ്. വിശാലമായ ഈ പുൽമേടുകളും ശരത്കാലത്തെ പതിയെ വരവേറ്റ് തുടങ്ങുന്ന മരക്കൂട്ടങ്ങളും, പിന്നെ ദൂരെ നിരനിരയായി നിൽക്കുന്ന പർവ്വതനിരകളും. ഒരു വിൻഡോ സീറ്റിൽ സ്ഥലം പിടിച്ച് ഹെഡ്സെറ്റിൽ ഒരു പാട്ടും വെച്ച് ഈ ഗ്ലാസ് വിൻഡോയിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയുകയേയില്ല. കാഴ്ചകൾ കണ്ടിരുന്ന് ഐപ്സി സ്റ്റേഷൻ വരെ എത്തിയത് അറിഞ്ഞതേയില്ല. മൂടൽമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ മൂകമായി സ്വാഗതം പറയുകയാവും. കേബിൾ കാർ എടുക്കാൻ സമയമായി. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു കുഞ്ഞു വാക്ക്. പതിയെ നടന്നാലോ? ദാ ആ പോകുന്നതാണ് നമ്മുടെ കേബിൾ കാർ. അടുത്തതിൽ നമുക്കും സ്ഥലം പിടിക്കണം. ഇതാണ് സുക്സ്പിറ്റ്സെ കേബിൾ കാർ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് സുക്സ്പിറ്റ്സെ സമ്മിറ്റ്, ടോപ്പ് ഓഫ് ജർമ്മനി. ക്ലിയർ വെതർ ആണെങ്കിലേ ഇങ്ങനെയൊക്കെ കാണാനാവും. ദാ വരുന്നുണ്ട്. ഇത് ഒരു ഭീമൻ കേബിൾ കാറാണ് കേട്ടോ. ഒരു ക്യാബിനിൽ 120 ആളുകൾക്ക് വരെ കയറാനാവും. ഏകദേശം 3000 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മുടെ ഈ പോക്ക്. കൃത്യമായി പറഞ്ഞാൽ 2962 മീറ്റർ. പറഞ്ഞല്ലോ, ജർമ്മനിയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് സുക്സ്പിറ്റ്സെ. ജർമ്മനി ഓസ്ട്രിയ ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാർ ഇപ്പോൾ കുത്തനെയാണ് കയറുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ട് പേടിയാവും കേട്ടോ. താഴെ കാണുന്നതാണ് ഐപ്സി. സുക്സ്പിറ്റ്സയുടെ മടിത്തട്ടിലുള്ള മനോഹരമായ ഒരു നീലത്തടാകം. സീ എന്ന് കേൾക്കുമ്പോൾ കടലാണ് ഓർമ്മ വരുന്നതല്ലേ? പക്ഷേ ജർമ്മനിൽ സീ എന്ന വാക്കിന്
ലേക്ക് എന്നാണ് അർത്ഥം. ഈ ലേക്കിന് ചുറ്റും കാടാണ്, പിന്നെ പർവ്വതങ്ങളും. വെള്ളത്തിന് ടർക്കോയിസ് എമറാൾഡ് നിറങ്ങളും. വിൻ്ററിൽ ചിലപ്പോഴൊക്കെ വാട്ടർ ഫ്രീസ് ആവാറുമുണ്ട്. നല്ല വെതറാണെങ്കിൽ സുക്സ്പിറ്റ്സെ പർവ്വതം ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഐപ്സിയിൽ നോക്കിയാൽ തെളിഞ്ഞു കാണാം. ഇനി ഐപ്സിയും ഈ മരക്കൂട്ടങ്ങളും പതിയെ പതിയെ അകന്ന് അപ്രത്യക്ഷമാവും. ദൂരെയുള്ള കാഴ്ചകൾ ഇപ്പോൾ മുഴുവനായും മായുകയാണ്. മഞ്ഞ് മൂടിയ സുക്സ്പിറ്റ്സയുടെ മായാലോകത്തിലേക്ക് നമ്മൾ പതിയെ കയറുന്നു. ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നത് ശരിക്കും ഫീൽ ചെയ്തു തുടങ്ങി. കുത്തനെ പർവ്വതത്തിലേക്ക് കയറുകയാണിപ്പോൾ. വർഷത്തിലുടനീളം മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണിത്. ജർമ്മനിയിൽ ഗ്ലേഷ്യേഴ്സ് ഉള്ളത് ഇവിടെ മാത്രം. സമ്മിറ്റിലേക്ക് ഹൈക്ക് ചെയ്തു പോകുന്ന സാഹസികരുമുണ്ട്. പക്ഷേ സീരിയസ് ആൽപൈൻ ഹൈക്കിംഗ് ആണ് കേട്ടോ. 2 days എങ്കിലും വേണം മുകളിലെത്താൻ. ശരിക്കും ഡേഞ്ചറസ് ആണ്, നോട്ട് ഫോർ ബിഗിനേഴ്സ്. സുക്സ്പിറ്റ്സയുടെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഓണസ്റ്റ്ലി ഇത്രയും വലിയൊരു സർപ്രൈസ് പ്രതീക്ഷിച്ചില്ല. ഇത്തവണ വെതർ നമ്മൾ ശരിക്കും ചതിച്ചു. 360 വ്യൂസ് ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. പക്ഷേ റിയാലിറ്റിയോ 0 വ്യൂസ്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ, പിന്നെ കുത്തിക്കൊള്ളുന്ന തണുപ്പും. ശരിക്കും ഒരു വലിയ മേഘത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെ. ഓൺ എ ക്ലിയർ ഡേ സമ്മിറ്റിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരെ വരെ കാഴ്ചകൾ കാണാനാവും. 400ഓളം പർവ്വതങ്ങളും 4 രാജ്യങ്ങളും ഉൾപ്പെടെ. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് ആൻഡ് ഇറ്റലി. പക്ഷേ ഇന്ന് 250 കിലോമീറ്റർ പോയിട്ട് 250 മീറ്റർ പോലും കാണാൻ വയ്യ. വലിയ നിരാശയുണ്ട്. പക്ഷേ നോ വറീസ്. ലൈഫും ഇതുപോലെ തന്നെയല്ലേ, അൺപ്രഡിക്റ്റബിൾ. ഈ യാത്രയും അതുപോലെ തന്നെ. പിന്നെ ഞാൻ എപ്പോഴും ഓർക്കും, ഫോർ മീ ദി ഹാപ്പിയസ്റ്റ് പാർട്ട് ഈസ് ഓൾവേസ് ദ ജേർണി, നോട്ട് ദി ഡെസ്റ്റിനേഷൻ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഈ മഞ്ഞൊക്കെ കണ്ട് അവരെ പോലെ സ്ലെഡിങ് ഒക്കെ ചെയ്ത് പിന്നെ പയ്യെ താഴേക്കിറങ്ങാം. സ്ലെഡിങ് കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ഇതൊക്കെയാണ് സുക്സ്പിറ്റ്സയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ലെറ്റ് മീ നോ. അപ്പോൾ ശരി, പോട്ടെ.